ദൈവത്തിന് നന്ദി, സുരക്ഷിതമായി എത്തി. വരൂ, പെട്ടെന്ന് കഴിക്കാം, നല്ല വിശപ്പുണ്ട്. അമ്മ എന്താണ് അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാത്തത്? ശരിയാ, അമ്മയുടെ പോലത്തെ ഹൃദയം മറ്റാർക്കും ഉണ്ടാകില്ല. ഞങ്ങൾ വിശക്കാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്ഷണം കൊണ്ടുവന്നു. ഞാൻ ആ 10 ധാന്യമണികൾ നമുക്ക് 3 പേർക്കും വേണ്ടിയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ അവയെല്ലാം കഴിച്ചോ? നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു. നിങ്ങൾക്ക് മനുഷ്യത്വം തീരെയില്ല. അമ്മേ, നമ്മൾ പക്ഷികളാണ്. നമുക്ക് എങ്ങനെയാണ് മനുഷ്യത്വം ഉണ്ടാകുന്നത്? ഒരു കാട്ടിൽ ടീനു എന്ന പക്ഷി തന്റെ 2 മക്കളായ സോനു, മോനു എന്നിവരോടൊപ്പം താമസിച്ചിരുന്നു. ടീനു എന്ന പക്ഷി വളരെ ദയാലുവും കഠിനാധ്വാനിയുമായിരുന്നു. എന്നാൽ അവളുടെ കുട്ടികൾ 1-ാം നമ്പർ മടിയന്മാരും നുണയന്മാരുമായിരുന്നു. അരെ സോനു, ഈ അമ്മ ഇതെവിടെ പോയി? അതെ, ഞാനും അത് തന്നെയാ ചിന്തിക്കുന്നത്. എന്റെ വയറ്റിൽ എലികൾ ചാടുന്നു. ഹേ സഹോദരാ, നമ്മൾ പക്ഷികളാണ്. എലികൾക്ക് മാത്രമല്ല, ഉറുമ്പുകൾക്കും നമ്മുടെ വയറ്റിൽ നൃത്തം ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് ടീനു പക്ഷി പറന്നു വരുന്നത് കണ്ടത്. അവളുടെ കാലുകളിൽ ധാരാളം ധാന്യങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ വന്നേ! ടീനു കൂട്ടിൽ വന്ന് എല്ലാ ധാന്യങ്ങളും അവിടെ വെച്ചു. അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദൈവത്തിന് നന്ദി, സുരക്ഷിതമായി എത്തി. വരൂ, പെട്ടെന്ന് കഴിക്കാം, നല്ല വിശപ്പുണ്ട്. 2 പേരും ധാന്യങ്ങൾ കഴിക്കാൻ തുടങ്ങി. പാവൻ ടീനു അപ്പോഴും കിതച്ചുകൊണ്ടിരുന്നു. അമ്മ എന്താണ് അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാത്തത്? ശരിയാ, അമ്മയുടെ പോലത്തെ ഹൃദയം മറ്റാർക്കും ഉണ്ടാകില്ല. ഞങ്ങൾ വിശക്കാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്ഷണം കൊണ്ടുവന്നു. ഞാൻ ആ 10 ധാന്യമണികൾ നമുക്ക് 3 പേർക്കും വേണ്ടിയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ അവയെല്ലാം കഴിച്ചോ? നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു. നിങ്ങൾക്ക് മനുഷ്യത്വം തീരെയില്ല. അമ്മേ, നമ്മൾ പക്ഷികളാണ്. നമുക്ക് എങ്ങനെയാണ് മനുഷ്യത്വം ഉണ്ടാകുന്നത്? ഇതായിരുന്നു അവരുടെ ദിവസേനയുള്ള റുട്ടീൻ. 2 പേരും കറങ്ങി നടക്കാൻ എവിടെയും പോകുമായിരുന്നു. പക്ഷേ കഠിനാധ്വാനം ചെയ്ത് ഭക്ഷണം കണ്ടെത്താൻ അവർ ഒരിക്കലും പോകാറില്ല. ഒരു ദിവസം ടീനു പക്ഷി രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. സോനു, ഇന്നും അമ്മ അലസമായി നടക്കുന്നു എന്ന് തോന്നുന്നു. ഇതുവരെ വന്നില്ലല്ലോ. അതെ ചേട്ടാ, ഇപ്പൊ വയറിൽ എലികൾ. മതി മതി, ഞാൻ പറഞ്ഞില്ലേ, എലികൾക്ക് നമ്മുടെ വയറിൽ ചാടാൻ കഴിയില്ല. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് രാത്രിയായി. കൂട്ടിലിരുന്ന് 2 പേരും ഉറങ്ങിപ്പോയി. രാവിലെ അവർ കണ്ണു തുറന്നപ്പോൾ, അരെ സോനു, എണീക്ക്, അമ്മ ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് അമ്മയെ അന്വേഷിച്ചു പോകാം. ആഹാരം കണ്ടെത്തുക എന്നത് നമുക്ക് പറ്റിയ പണിയല്ല. 2 പേരും ടീനുവിനെ അന്വേഷിച്ചിറങ്ങി. അവർ വളരെ നേരം പറന്നുയർന്നു. പക്ഷെ അവർക്ക് ടീനുവോ ഭക്ഷണമോ ലഭിച്ചില്ല. ചേട്ടാ, അമ്മ എല്ലാ ദിവസവും എങ്ങനെയാ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്? നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. അല്ലയോ ദൈവമേ, എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. 2 പേരും ഒരു ശബ്ദം കേട്ടു. അപ്പോഴാണ് മൈനയുടെയും തത്തയുടെയും ഒരു ജോഡി അവരുടെ വീടിന് പുറത്ത് നിലത്തിരിക്കുന്നത് കണ്ടത്. അവർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ വീട് എപ്പോഴും ഭക്ഷണം കൊണ്ട് നിറയ്ക്കണമേ. അതുവഴി ആരെങ്കിലും ഭക്ഷണം ചോദിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കവരെ മടികൂടാതെ സഹായിക്കാനാകും. നീ കേട്ടോ, അവർ എപ്പോഴും ആളുകളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. പക്ഷെ നമ്മൾ അവരുടെ വീട്ടിൽ പോയാൽ ഒരിക്കൽ മാത്രമേ നമ്മളെ സഹായിക്കൂ. അതിനുശേഷം നമ്മുടെ അമ്മയെ പോലെ കഠിനാധ്വാനം ചെയ്ത് ഉപജീവനം കണ്ടെത്തേണ്ടതിന്റെ പാഠം അവർ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. ഇത് കേട്ട് 2 പേരും ചിന്തിച്ചു. എന്നിട്ട് ഒരുമിച്ച് പറഞ്ഞു, ഐഡിയ! 2 പേരും അവരുടെ ചിറകുകളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് തത്തയുടെയും മൈനയുടെയും അടുത്തെത്തി. ആരെങ്കിലും ഞങ്ങളെ സഹായിക്കൂ. ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും തരൂ. അതെ അതെ, കുട്ടികളെ, നിങ്ങൾ ആരാണ്? എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ 2 പേരും അനാഥരും വൈകല്യമുള്ളവരുമായ പക്ഷികളാണ്. ഞങ്ങളുടെ ഏക ഭക്ഷണ സ്രോതസ് ഞങ്ങളുടെ അമ്മയായിരുന്നു. അവരും മരിച്ചുപോയി. അവരുടെ വാക്കുകൾ കേട്ട് ദയാലുവായ തത്തയുടെയും മൈനയുടെയും ഹൃദയമുരുകി.
അങ്ങനെ പറയരുത് കുട്ടികളെ. ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരുടെയും വീട് ഇതാണ്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് കേട്ട് സോനുവിന്റെയും മോനുവിന്റെയും മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. വരൂ കുട്ടികളെ, വീട്ടിലേക്ക് വരൂ. എന്നിട്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കൂ. ശരി ആന്റി. തത്തയുടെയും മൈനയുടെയും ഒപ്പം അവർ രണ്ടുപേരും വീട്ടിനകത്തേക്ക് പോയി. വാ, ഇന്ന് നല്ല രസമുണ്ട്. കുട്ടികളെ, ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ കൃത്യസമയത്ത് ആഹാരം കഴിക്കും. ഓക്കേ? ശരി ആന്റി. നിങ്ങൾ രണ്ടുപേരും വളരെ നല്ലവരാണ്. തത്തയും മൈനയും ഭക്ഷണം തേടി പുറത്തു പോകുമ്പോൾ ഇവർ രണ്ടും ചുറ്റിത്തിരിഞ്ഞ് തിരിച്ചു വരും. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം തത്തയും മൈനയും ആഹാരം തേടുകയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഗുഹയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമോ? അതെ, ഈ ശബ്ദം ഈ ഗുഹയിൽ നിന്നാണ് വരുന്നത്. ഗുഹ ഒരു വലിയ കല്ലുകൊണ്ട് മൂടിയിരിക്കുന്നത് അവർ കണ്ടു. അതെ, നമ്മൾ പുറത്തുണ്ട്. നീ ആരാണ്? ഞാൻ ടീനു പക്ഷിയാണ്. ഈ ഗുഹയ്ക്കുള്ളിൽ ആഹാരം അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി ഒരു കല്ല് വന്ന് ഗുഹ അടഞ്ഞു. ശരി, നമ്മൾ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യാം. തത്തയും മൈനയും കാട്ടിൽ വന്ന് ആനയോട് പറഞ്ഞു. ആനച്ചേട്ടാ, നമുക്ക് നിന്റെ സഹായം വളരെ അത്യാവശ്യമാണ്. ആണോ? തത്തേ, മൈനെ, എന്തു പറ്റിയെന്ന് പറയൂ. ഒരു പക്ഷി ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. നിനക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അങ്ങനെയാണോ? എന്നാൽ പെട്ടെന്ന് വരൂ. ആ ഗുഹ എവിടെയാണെന്ന് എന്നോട് പറയൂ. രാമു ആന അവരോടൊപ്പം ഗുഹയുടെ അടുത്തെത്തി. അവൻ തന്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് കല്ല് മാറ്റി. അപ്പോൾ പക്ഷി ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. നിങ്ങൾക്ക് വളരെ വളരെ നന്ദി. സാരമില്ല സഹോദരി, നീ ഓക്കെയാണോ? എനിക്ക് കുഴപ്പമില്ല. എന്റെ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാകും. എനിക്ക് അവർക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ടീനു പറക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ തല കറങ്ങി നിലത്തേക്ക് വീണു. ടീനു, നിനക്ക് ഒരുപാട് ക്ഷീണമുണ്ട്. വരൂ, നീ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് വരൂ. തത്തയും മൈനയും ആനയുടെ സഹായത്താൽ ടീനു പക്ഷിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൾ അബോധാവസ്ഥയിലായിരുന്നു. അവളെ കണ്ടപ്പോൾ സോനുവും മോനുവും ഞെട്ടിപ്പോയി. അല്ല, ഇത് അമ്മ. പറയൂ കുട്ടികളെ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ആന്റി, ഇതാരാണ്? ഈ പാവം ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഞങ്ങൾ അതിനെ പുറത്തെടുത്തപ്പോൾ അതിന് തീരെ വയ്യായിരുന്നു. തന്റെ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവൾ ബോധം കെട്ട് വീണപ്പോൾ ഞങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവന്നു. ഇത് കേട്ടതും സോനുവിന്റെയും മോനുവിന്റെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. പിന്നെ ആന ചിരട്ടയിൽ വെള്ളമെടുത്ത് ടീനുവിന് കുടിക്കാൻ കൊടുത്തു. ടീനുവിന് ബോധം തിരിച്ചു കിട്ടി. പക്ഷേ അവളുടെ കണ്ണുകൾ ശരിയായി തുറന്നിരുന്നില്ല. സോനുവും മോനുവും തന്റെ അമ്മയുടെ മുന്നിൽ കഴിക്കാനുള്ള ധാന്യമണികൾ വെച്ചു. ഇതാ അമ്മേ, ഇത് കഴിക്കൂ. അല്ല, നിങ്ങൾ രണ്ടുപേരുടെയും ചിറകെങ്ങനെയാണ് ശരിയായത്? കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും ആന്റി. ഞങ്ങളോട് ക്ഷമിക്കണം. ഭക്ഷണം കഴിച്ച ഉടനെ ടീനു പക്ഷി എഴുന്നേറ്റ് നിന്നു. തന്റെ മുന്നിൽ സോനുവിനെയും മോനുവിനെയും കണ്ട് ടീനു പക്ഷി ആശ്ചര്യപ്പെട്ടു. അമ്മേ! അവർ രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ചു. ഞങ്ങളോട് ക്ഷമിക്കൂ അമ്മേ, ഞങ്ങൾ അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. ഇതെന്താണ് സംഭവിക്കുന്നത്? ആരെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തരുമോ? അത് എനിക്കും അറിയില്ല. ഇതാണ് എന്റെ കുട്ടികൾ. ഇവർ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? അമ്മയെ കാണാതായതിനു ശേഷം ഞങ്ങൾ വികലാംഗരെ പോലെ ഇവരുടെ വീട്ടിൽ നിന്ന് സൗജന്യ ഭക്ഷണം കഴിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പോലും കഴിയാതിരുന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഞങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. എന്താ, ഇത്രയും വലിയ ചതിയോ? ഞങ്ങളോട് ക്ഷമിച്ചാലും നിങ്ങൾ ഇത്രയും ദിവസം ഞങ്ങളെ അച്ഛനെയും അമ്മയും പോലെയാണ് സ്നേഹിച്ചത്. പക്ഷേ ഞങ്ങൾ നിങ്ങളെ മുതലെടുത്തു. കുട്ടികളെ, ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ അമ്മയ്ക്ക് തണലാകുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തരണം. അതേ തത്തയങ്ങൾ, ഇന്നു മുതൽ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ പോലെ അധ്വാനിക്കും. ഇന്നു മുതൽ അമ്മയല്ല, ഞങ്ങൾ അമ്മയ്ക്കും നമുക്കും വേണ്ടി ആഹാരം കണ്ടുപിടിക്കാൻ സ്വയം പോകും. ഇത് കേട്ട് ടീനു പക്ഷി വളരെയധികം സന്തോഷിച്ചു. തത്തയോടും മൈനയോടും യാത്ര ചോദിച്ച് അവർ മൂന്നുപേരും വീട്ടിലേക്ക് പോയി. അന്നു മുതൽ സോനുവും മോനുവും എപ്പോഴും കഠിനാധ്വാനത്തിലൂടെ ഭക്ഷണം കണ്ടെത്തിക്കൊണ്ടുവരുമായിരുന്നു. ടീനു പക്ഷി അവരോടൊപ്പം സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ടീനു, മമ്മി ഇല്ലാത്തതുകൊണ്ട്
ഞാനായി വീട്ടിലെ ഗൃഹനാഥൻ. നിനക്കിവിടെ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ചേട്ടാ, എന്റെ ചേട്ടനായിട്ട് എന്നെ ഇറക്കി വിടുവാണോ? അതേ, പോവാൻ തന്നെ പറഞ്ഞത്. എവിടെയെങ്കിലും കൂടുണ്ടാക്കി അതിൽ താമസിക്കാൻ നോക്ക്. ഈ ആഡംബര വീട് ഇപ്പൊ എന്റേതാണ്. പാവം കിളിയുടെ അത്യാഗ്രഹിയായ മകൻ. ചിങ്കിക്കിളിയുടെ വീട് ആ കാട്ടിൽ ഏറ്റവും വലുതും ഉറപ്പുള്ളതുമായിരുന്നു. കിളികളൊക്കെ കൂട്ടിൽ താമസിക്കുമ്പോൾ ചിങ്കിക്കിളി അവളുടെ 2 മക്കളുമായി വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുകയായിരുന്നു. മകളുടെ പേര് ടീനു, മകന്റെ പേര് റിങ്കു എന്നായിരുന്നു. ഒരു ദിവസം രാവിലെ ചിങ്കിക്കിളി ഭക്ഷണം തേടി പോയി. ടീനു വീട്ടിൽ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. രാത്രി സമയമായപ്പോ അമ്മ വന്നിട്ടില്ല. അത് കാരണം ടീനുവിന് സങ്കടം വന്നു. റിങ്കു ആൺകിളിയും അവിടെ എത്തി. ചേട്ടാ, നന്നായി ചേട്ടൻ വന്നത്. അമ്മ ഇതുവരെയായിട്ട് വന്നിട്ടില്ലല്ലോ. അമ്മനെ തപ്പിക്കൊണ്ട് വാ. അതെ, അത് അമ്മയല്ലേ, കുട്ടിയൊന്നുമല്ലല്ലോ. നമ്മുടെ അടുത്തേക്ക് വരുമെന്നേ. അപ്പോഴേക്കും അവിടെ പരുന്ത് വന്നു. കുട്ടികളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ. നിങ്ങളുടെ അമ്മ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എന്റെ കൺമുമ്പിൽ വെച്ചൊരു പൂച്ച വേട്ടയാടി പിടിച്ചു. അങ്ങനെ പറയല്ലേ മാമ. ഇത് സത്യമാണ് കുട്ടികളെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞ് പരുന്തവിടന്ന് പറന്നുപോയി. ടീനു, മമ്മി ഇല്ലാത്തത് കൊണ്ട് ഞാനായി വീട്ടിലെ ഗൃഹനാഥൻ. നിനക്കിവിടെ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ചേട്ടാ, എന്റെ ചേട്ടനായിട്ട് എന്നെ ഇറക്കി വിടുവാണോ? അതേ, പോവാൻ തന്നെ പറഞ്ഞത്. എവിടെയെങ്കിലും കൂടുണ്ടാക്കി അതിൽ താമസിക്കാൻ നോക്ക്. ഈ ആഡംബര വീട് ഇപ്പൊ എന്റേതാണ്. ടീനു കരഞ്ഞുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങി. അങ്ങനെ റിങ്കു ആൺകിളിയാണെങ്കിലോ കൂട്ടുകാരോട് ഒത്തുചേർന്ന് ആവശ്യമില്ലാത്ത കളികളും തോന്നിവാസവും ഒക്കെ ചെയ്തു നടന്നു. അവനെന്നും അതൊരു ശീലമാക്കി. അവന്റെ വിചാരം അവന്റെ ജീവിതത്തിൽ ഇനി ഒരു ദുഃഖം ഉണ്ടാവില്ലെന്നാ. പക്ഷെ ഒരു ദിവസം റിങ്ക് പക്ഷി, റിങ്ക് പക്ഷി. അവൻ വീടിന്റെ പുറത്തു വന്ന് നോക്കിയപ്പോ മോണ്ടുകുരങ്ങൻ കയ്യിലൊരു ലെറ്ററുമായി നിൽക്കുകയായിരുന്നു. കാട്ടിലെ രാജാവ് സിംഹവും ബാക്കിയുള്ള മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഷേർഖാൻ അങ്ങ്? റിങ്കു പക്ഷി, ഈ മോട്ടുകുരങ്ങന്റെ കയ്യിൽ നീ കാണുന്നതുണ്ടല്ലോ, ഇത് നിന്റെ അമ്മയുടെ ഇഷ്ടദാനമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് തയ്യാറാക്കിയത്. ഇഷ്ടദാനോ? പക്ഷികൾക്ക് ഇഷ്ടദാനം കൊണ്ട് എന്താ പ്രയോജനം? ശരി, എന്താണ് അവരുടെ ഇഷ്ടദാനം എന്ന് പറയൂ. ഞാൻ ചിങ്കി പക്ഷി എൻ്റെ മകൻ്റെ മോശം പ്രവൃത്തി കാരണം വളരെ ദുഃഖിതയാണ്. എനിക്ക് സംശയമുണ്ട്, എൻ്റെ മരണശേഷം എൻ്റെ മകൻ എൻ്റെ മകളെ വീട്ടിൽ നിർത്തുമോ ഇല്ലയോ എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഇഷ്ടദാനം തയ്യാറാക്കിയത്. എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മകൻ ഈ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മകളെയും കൂടി നിർബന്ധമായും ഈ വീട്ടിൽ നിർത്തേണ്ടതാണ്. മാത്രമല്ല, നല്ല സഹോദരനെ പോലെ അവളെ സംരക്ഷിക്കുകയും വേണം. എൻ്റെ മകൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാ താമസിക്കുന്നെങ്കിൽ അവനിൽ നിന്നും ഈ വീട് കണ്ടുകെട്ടുന്നതാണ്. എന്നിട്ട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം കൊടുക്കണം. എൻ്റെ ദൈവമേ, പറയൂ, നിന്റെ സഹോദരി എവിടെയാണ്? അവൾ ചിലപ്പോൾ അവളുടെ പുതിയ താമസ സ്ഥലത്തായിരിക്കും. നിനക്കിവിടെ താമസിക്കണമെങ്കിൽ അവളെ കണ്ടെത്തി കൊണ്ടുവാ. അല്ലെങ്കിൽ ഈ വീട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം നൽകും. വേണ്ട വേണ്ട, ഞാൻ എന്തായാലും അവളെ കണ്ടെത്തി കൊണ്ടുവരാം. കൊണ്ടുവാ. നാളെ രാവിലെ തന്നെ മോട്ടുകുരങ്ങനെ ഇവിടെ നോക്കാനായി അയക്കുന്നതാണ്. അയ്യോ, എൻ്റെ ഭാഗ്യം നശിച്ചല്ലോ. ഇനി അവളെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ റിങ്കു ടീനുവിനെ തപ്പി ഇറങ്ങി. മണിക്കൂറോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവനൊരു ശബ്ദം കേട്ടു. അത് കൊള്ളാം, നല്ല സ്വാദിഷ്ടമായ മാമ്പഴം. ഞാനിത് കഴിച്ചു തീർക്കുപ്പോ. ആഹാ. അല്ല, അത് ടീനു അല്ലേ? റിങ്കു സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് പോയി. ടീനു, എൻ്റെ പ്രിയ സഹോദരി, അവസാനം നിന്നെ കണ്ടെത്തി. നിനക്കറിയോ ഞാൻ എത്ര നാളായി നിന്നെ അന്വേഷിക്കുന്നെന്ന്? ഓ, വന്നേക്കണോ ഒരു ചേട്ടൻ. എന്റെ പേര് ടീനു അല്ല, ഞാൻ മീനു ആണ്. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. ഇതിനർത്ഥം ഇത് ടീനുവിനെ പോലെയുള്ള മറ്റാരോ ആണ്. നോക്ക്, എന്റെ കയ്യിൽ നിനക്ക് വേണ്ടി നല്ലൊരു ഓഫറുണ്ട്. ഓഫറോ? അതെന്താ ഓഫർ? അങ്ങനെ റിങ്കു നടന്ന സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ശരി, നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്നത് നീ ടീനുമായി എന്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്നാണ്. നമുക്ക് ആ വലിയ വീട്ടിൽ സമാധാനമായി വിശ്രമിക്കാം. അതുമാത്രമല്ല, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് മോഷണവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ആ, നല്ല ഐഡിയ. അങ്ങനെ ആ കിളി റിങ്കുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. രാവിലെ മോണ്ടുകുരങ്ങൻ അവിടെ എത്തി. ഇത് കണ്ടില്ലേ മോട്ടുകുരങ്ങേ, എന്റെ പ്രിയപ്പെട്ട സഹോദരി,
ഞാൻ അവളെ കണ്ടെത്തി കഴിഞ്ഞു. ടീനു, നീ എങ്ങോട്ടാ പോയിരുന്നേ? ഇവൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നോ? ഇല്ല എന്റെ ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ തന്നെ പുറത്താക്കുന്നത്? നിന്നെ അവനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞോളൂ. നിനക്ക് നേരെ എന്റെ അടുത്തേക്ക് വരാം. മനസ്സിലായോ? ശരി മോണ്ടു ചേട്ടാ. ഇത് കേട്ട് മോണ്ടു കുരങ്ങൻ അവിടുന്ന് പോയി. മീനു റിങ്കുവിനോട് പറഞ്ഞു, അതെ ചേട്ടാ, എനിക്ക് വിശക്കുന്നുണ്ട്, പോയി ഭക്ഷണം തപ്പിക്കൊണ്ട് വാ. അതെ, നീ പൊക്കോ. ഞാനെന്തിനു പോകണം? നോക്ക്, ഞാൻ നിന്റെ അനിയത്തിയായിട്ടാ ഇവിടെ വന്നേക്കുന്നേ. എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ഈ വീട് വിട്ട് പോവേണ്ടി വരും കേട്ടോ. അതുകൊണ്ടേ ഞാൻ പറയണത് അങ്ങോട്ട് കേക്ക്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മീനുവിന് വേണ്ടിയുള്ള ഭക്ഷണം റിങ്കു തന്നെ പോയി തപ്പിക്കൊണ്ടുവരും. അവളാണെങ്കിൽ വീടിന്റെ അകത്ത് സ്വസ്ഥമായി ജീവിച്ചു. രാത്രിയിലും എപ്പോ വിശക്കുന്നോ അപ്പൊ തന്നെ റിങ്കുവിനോട് ആഹാരം കൊണ്ടുവരാൻ പറയും. അങ്ങനെ രാവില്ല പകലില്ലാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു റിങ്കുവിനെ. റിങ്കുവിന്റെ ക്ഷമ മുഴുവൻ പോയ ലക്ഷണ. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെയും നിന്റെയും ജീവിതം മെച്ചപ്പെടുത്താനാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് മോഷണം നടത്താനാ, എന്നിട്ട് ഇവിടെ സമാധാനത്തോടെ വിശ്രമിക്കാൻ. എന്നിട്ടിപ്പോ നീ എന്നോട് കാണിക്കുന്നത് ചതിയാണ്. അതെ, ഞാൻ നിന്നെ പറ്റിച്ചു. അതിന് നിനക്കെന്തിനാ ഇത്ര വിഷമമൊക്കെ? നീയോ ഇത്രയും നാളും എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ? നിന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നപ്പോ അവരെ നീ പറ്റിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? അമ്മ മരിച്ചപ്പോ സ്വന്തം പെങ്ങളെ വരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? സ്വന്തം പെങ്ങളെ പുറത്താക്കിയപ്പോ നിനക്ക് എന്ത് കിട്ടി? അതെ, നീ പറഞ്ഞത് സത്യ. എന്റെ സഹോദരിക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ അവളോട് നന്നായി പെരുമാറിയിട്ടേ ഇല്ല. എനിക്ക് അമ്മ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, പക്ഷെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവളെ തപ്പിട്ട് കിട്ടിയില്ലെങ്കിലോ? കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവളെ തേടിക്കൊണ്ട് നടക്കും. പക്ഷെ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവളുടെ കൂടെയായിരിക്കും. ഇതും പറഞ്ഞ റിങ്കു പുറത്തിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ വീടിന്റെ മുമ്പിൽ ചിങ്കിക്കിളി, മോണ്ടു കുരങ്ങൻ, അങ്ങനെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അല്ല അമ്മേ, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മേനെ കണ്ടതും അവൻ അങ്ങ് കരയാൻ തുടങ്ങി. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോടും എന്റെ സഹോദരിയോടും നന്നായി പെരുമാറിയില്ല. മോനെ, നിന്നെ ഒരു നല്ല ഉത്തരവാദിത്തമുള്ള ഒരു മകനായിട്ട് കാണാൻ വേണ്ടിയാ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. അതിന് സഹായിച്ചത് ഇവരാണ്. അമ്മ ചെയ്തത് നന്നായി അമ്മേ. അമ്മ വീട്ടിലിരുന്ന് വിശ്രമിച്ചോളൂ. ഞാൻ എന്റെ സഹോദരി ടീനുവിനെ കണ്ടെത്തിയിട്ട് വരാം. അവളുടെ രൂപസാദൃശ്യമുള്ളവരെ വീട്ടിൽ നിന്ന് പുറത്താക്കൂ. അപ്പോഴേക്കും മീനുവും വന്നു അവിടെ. എന്ത് പറ്റി ചേട്ടാ? അമ്മ, ഇതാണ് ആ പക്ഷി. ടീനുവെന്നും പറഞ്ഞ് വീട്ടിൽ താമസിപ്പിച്ചത് ഇവളെയാണ്. ഇത് കേട്ടതോടെ എല്ലാ മൃഗങ്ങളും പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. റിങ്കുവിനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. എന്തു പറ്റി അമ്മേ? എല്ലാവരും കൂടി എന്നെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? റിങ്കു മോനെ, ടീനുവിനെ നീ പുറത്തിറക്കിയപ്പോ ഞാനാണ് അവളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാ മീനുമായി മാറിയതും നിന്നെ എത്ര ബുദ്ധിമുട്ടിച്ചതും. നിന്റെ അനിയത്തിക്ക് നിന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് നിന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ചേട്ടാ, ചേട്ടന് വിഷമമായെങ്കിൽ ക്ഷമിക്കണം. ഇതെല്ലാം ചെയ്യാൻ എന്നോട് പറഞ്ഞതേ അമ്മയാണ് കേട്ടോ, അതാ. എന്റെ പ്രിയ സഹോദരി, നീ എന്തൊക്കെ ചെയ്താലും നല്ലതിന് വേണ്ടിയാ. നീ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും നന്നായി പരിപാലിക്കും. മാത്രമല്ല, ചെയ്യുന്ന തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല സഹോദരനും നല്ലൊരു മകനുമാവാൻ ശ്രമിക്കും. ഇത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. ആ ദിവസത്തിന് ശേഷം റിങ്കു നന്നായി മാറി. സ്വന്തം അമ്മേനെയും പെങ്ങളെയും നന്നായി നോക്കാനും തുടങ്ങി.